പ്രകടന പത്രികകൾ പുറത്തു വന്നു കഴിഞ്ഞു. അടുത്ത 5 വർഷക്കാലത്തെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിൻ്റെ അവരുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ UDFൻ്റെയും BJPയുടെയും NDAയുടെയും പ്രകടന പത്രികകളുടെ അടിസ്ഥാന പോരായ്മ അച്ചിലസ് ഹീൽ, അവർ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കാനുള്ള ധനകാര്യ തന്ത്രമില്ല എന്നുള്ളതാണ്. അതിൽ ഏറ്റവും വലിയ വിഡ്ഢിത്തം NDAയുടെ പ്രകടന പത്രികയാണ്. ധനകാഴ്ചപ്പാടിൽ ശുദ്ധ അസംബന്ധമാണത്. കാരണം ധനകാര്യ മേഖലയിൽ അവരുടെ വാഗ്ദാനം അടുത്ത 10 വർഷത്തിനുള്ളിൽ കേരളത്തിലെ കടബാധ്യതകൾ ഇല്ലാതാക്കുമെന്നാണ്. ലോകത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും രാജ്യം കടബാധ്യതയില്ലാത്തതുണ്ടോ? ഏതെങ്കിലും സംസ്ഥാനമുണ്ടോ? ഇവർ ഭരിക്കുന്ന ഇന്ത്യ സർക്കാരിൻ്റെ കടബാധ്യത 200 ലക്ഷം കോടി രൂപയാണ്. അപ്പോഴാ അടുത്ത 5-10 വർഷം കൊണ്ട് കടബാധ്യതകൾ ഇല്ലാതാക്കുമെന്ന് പറയുന്നത്. അതിന് കണ്ടിരിക്കുന്ന ഉപായോ നികുതി പിരിച്ചുണ്ടാകുന്ന വരുമാനം അത് കടബാധ്യത തീർക്കാൻ ഉപയോഗിക്കുന്നു. തീർന്നില്ല, കടബാധ്യത കുറയ്ക്കാൻ വേണ്ടിയിട്ടേ ചെലവ് കർശനമായി ചുരുക്കും. സർക്കാരിൻ്റെ ചെലവ് 1/3 കുറയ്ക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഏറ്റവും വലിയ തമാശ, 1/3 സർക്കാർ ചെലവ് ചുരുക്കാനുള്ള പരിപാടി മുന്നോട്ട് വെക്കുന്നവർ 2500 രൂപ ഓരോ കുടുംബത്തിനും ആരോഗ്യ ഭക്ഷ്യ സുരക്ഷാ കാർഡ് വഴി കൊടുക്കാൻ പോയ ഒരു കൈ ചെയ്യുന്ന മറ്റു കൈ അറിയുന്നില്ലേ? ഈ തെരഞ്ഞെടുപ്പ് ഈ കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ഇതുപോലൊരു വിഡ്ഢിത്തം വേറെ ആരും പറഞ്ഞു കാണാൻ വഴിയില്ല. എത്ര ലാഘവത്തിലാണെന്ന് സംസ്ഥാനത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. 10 വർഷത്തിനുള്ളിൽ കടബാധ്യതകളില്ലാത്ത കേരളമാക്കാൻ വേണ്ടി വരുമാനം വർദ്ധിപ്പിക്കാൻ ഒറ്റ വഴിയുള്ളൂ GST. അതുകൊണ്ട് ചെലവ് ചുരുക്കാൻ പോയാൽ ഇല്ല, വരുമാനം വർദ്ധിപ്പിക്കാൻ ഒരു മാർഗവും കൂടിയുണ്ട്. സർക്കാരിൻ്റെ ഉപയോഗിക്കാതെ കിടക്കുന്ന കെട്ടിടങ്ങൾ വാടക കൊടുക്കാൻ പോകണം. എത്ര ബാലിശമാണ് എന്ന് വെച്ചാൽ, ക്ഷേമപ്രവർത്തനങ്ങൾ വെട്ടിക്കുറക്കുക. ഒരിക്കൽ AK ആൻ്റണി കേരളത്തെ മുറുക്കി ഉടുപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയല്ലോ, അതിൻ്റെ പല മടങ്ങ് കർശനമായൊരു പരിപാടിയുമായിട്ടാണ് ഈ BJP പ്രകടന പത്രിക മുന്നോട്ട് വരുന്നത്. UDFനും കടപ്പേടിയാ. അങ്ങനെ കിഫ്ബി വഴിയുള്ളത് ബഡ്ജറ്റിന് പുറത്തുള്ള വായ്പക്കൊക്കെ അവരെതിരാണ്. എങ്കിലെങ്ങനെയാ ഈ നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തല സൗകര്യ നിക്ഷേപം അവർ മുന്നോട്ട് കൊണ്ടുപോകാം? BJPയെ പോലെ കടബാധ്യതയില്ലാത്ത കേരളത്തെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. പക്ഷെ കടബാധ്യത വളരെ കൂടുതലാണ്, അത് കുറയ്ക്കണം. ഞങ്ങളുടെ നിലപാട് ഇതൊന്നുമല്ലെന്ന്. ഞങ്ങളുടെ നിലപാട് കേരളത്തിലെ ജനങ്ങൾക്ക് ക്ഷേമം വർദ്ധിപ്പിക്കണം, അവരുടെ പെൻഷൻ വർദ്ധിപ്പിക്കണം. അവർ 9,000 കോടി രൂപ 5 വർഷം കൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ പെൻഷൻ കൊടുത്ത സ്ഥാനത്ത് ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ 50,000 കോടിയാണ് കൊടുക്കുന്നത്. അതിനിയും വർദ്ധിപ്പിക്കേണ്ടി വരും.
75,000 കോടിയായിട്ടോ ഒക്കെ നിശ്ചയമായിട്ടും പെൻഷൻ ബാധ്യത വർദ്ധിക്കും, ക്ഷേമ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കേണ്ടി വരും. അതിനുവേണ്ടി റവന്യൂ വരുമാനം പരമാവധി വർദ്ധിപ്പിക്കണം, ഉയർത്തണം. അതിനുള്ള മാർഗങ്ങൾ വേണമെന്ന് UDF-നുണ്ട്, എങ്ങനെ ചെയ്യാമെന്നൊരു പരിപാടിയില്ല. ഞങ്ങൾ കൃത്യമായിട്ട് പറയാം കേട്ടോ, GST വരുമാനം ഗണ്യമായിട്ട് ഉയർത്താം. എങ്ങനെ? കേരളത്തിൽ 2 തരം ചരക്കുകളുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ വാങ്ങാൻ വിൽക്കുകയും ചെയ്യുന്നു, പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ചരക്കുകളാണ് കൂടുതൽ. GSTയുടെ പ്രത്യേകത, ഈ ഇങ്ങനെ പുറത്തു നിന്ന് കൊണ്ടുവന്ന് ഇവിടെ ഉപയോഗിക്കുന്ന ചരക്കുകൾക്ക് അവരുടെ നാട്ടിൽ കൊടുത്ത നികുതി ഇവിടെ കിട്ടണം. അത് കിട്ടുന്നില്ല, ആ പ്രശ്നം. ഇത് കിട്ടാതിരിക്കാൻ കാരണം എന്താ? അവർ ബില്ലെഴുതുന്നതിനെ ആശ്രയിച്ചിരിക്കും. അത് കേരളത്തിലേക്കെന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ബില്ലെഴുതണമെന്ന് ഉറപ്പാക്കാനായിട്ട് യാതൊരു പരിപാടിയും കേന്ദ്ര സർക്കാരിനില്ല. എന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാലോ, വരുന്ന വണ്ടി പഴയ ചെക്ക് പോസ്റ്റില്ല നോക്കാനായിട്ട്. അന്ന് AI ടൂളുകൾ ഉപയോഗിച്ചിട്ട് തത്സമയം തന്നെ ഈ വണ്ടിയുടെ ആകൃതി പ്രകൃതി ഇത്രയാണത്, EV ബില്ലുണ്ടോ, അതിനെന്തൊക്കെ ഇനങ്ങളാണ് എന്ന് ചെക്ക് ചെയ്ത് അലർട്ട് ചെയ്യാനുള്ള സംവിധാനം, അങ്ങനെ ഒന്നിലേക്ക് കേരളം പോകേണ്ടി വരും. അതിന് തത്സമയം ഡേറ്റ കേന്ദ്ര സർക്കാർ തുറന്നു തരണം. വളരെ വിശദമായിട്ട് കൃത്യമായിട്ട് എങ്ങനെ GST വർദ്ധിപ്പിക്കാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. അതിൽ നിന്ന് പറ്റുന്നത് റോഡിനും പാലത്തിനും എല്ലാം കൂടുതൽ വെക്കണം. പക്ഷേ ഇന്ന് നടക്കുന്ന പോലെ ഈ അഭൂതപൂർവമായ രീതിയിൽ പശ്ചാത്തല സൗകര്യ വർധന ഉണ്ടാവണമെങ്കിൽ ബഡ്ജറ്റിന് പുറത്ത് വായ്പ എടുത്തേ പറ്റൂ. അങ്ങനെ ഒരു കാഴ്ചപ്പാട് UDF-നില്ല. അവർ കിഫ്ബി വിരുദ്ധന്മാരാണ്. ഇതൊന്നും സംസ്ഥാന സർക്കാരിൻ്റെ അവകാശമല്ല എന്ന് CAG-യുടെ ഒപ്പം ബാധിക്കുന്നവരാ. അതുകൊണ്ട് എൻ്റെ അടിസ്ഥാന വിമർശനം, ഒരുപാട് കാര്യങ്ങൾ UDF-ൻ്റെ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്, BJP-യുടെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും നടപ്പാക്കാനുള്ളൊരു ധനകാര്യ തന്ത്രം ഇല്ല, അവർക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്തുവാ UDF-ൻ്റെ ഗ്യാരണ്ടി? ഈ കേരളത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കാതെ എവിടെ ഇരിക്കുന്ന ചിലർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഗ്യാരണ്ടികളാണെന്ന്. ഞാനൊരു ഉദാഹരണം പറയാം. കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്കൊക്കെ 1000 രൂപ പ്രതിമാസം. മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും പെൺകുട്ടികൾ വിദ്യാഭ്യാസത്തിന് പോകുന്നില്ല. അതുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പ്രത്യേക സഹായം കൊടുക്കുന്നു. അത് ഈ കേരളത്തിൽ കൊണ്ടുവരിക. കേരളത്തിൽ ഭൂരിപക്ഷം കുട്ടികൾ കോളേജുകളിൽ പെൺകുട്ടികളല്ലേ. എന്താ അവർക്ക് വേണ്ടത്? ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും കോളേജിൽ പഠിക്കുമ്പോൾ ജോലിക്കുള്ള പരിശീലനം നേടണം. അത് ജോലിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെ. അങ്ങനെ ജോലി പഠിത്തം തീരുമ്പോൾ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വേണം. ഇങ്ങനെ നൈപുണ്യ പരിശീലനത്തിന് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ധനസഹായം നൽകണം. 1000 രൂപ വെച്ച് കൊടുക്കുക. ആ വർക്ക് ടു കണക്ട് പ്രോഗ്രാം. ഇതാ പറഞ്ഞത്, നമ്മുടെ നാടിൻ്റെ ആവശ്യം എന്ത്, പ്രത്യേകത എന്ത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടല്ല ഈ പരിപാടി ഉണ്ടാക്കുന്നത്. 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ്. LDF-ൻ്റെ മാനിഫെസ്റ്റോ പറയുന്നത് 25 ലക്ഷമല്ല, പരിധിയില്ല. ഇവിടെ അഷ്വറൻസ് പ്രോഗ്രാമായിരിക്കണം, ഇൻഷുറൻസ് പ്രോഗ്രാമല്ല. സർക്കാർ ആശുപത്രിയിലോ അക്രഡിറ്റഡ് ആശുപത്രിയിലോ ചികിത്സ തേടിക്കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ വരെ ഉള്ള ചികിത്സ സൗജന്യം. ആ പരിധി എടുത്ത് മാറ്റാം.